ദാമോദരമാസം അഥവാ കാർത്തികമാസം. ഹിന്ദു കലണ്ടറിലെ ഏറ്റവും പവിത്രവും ശ്രേഷ്ഠവുമായ മാസമാണ് കാർത്തികമാസം. ഇത് ദാമോദരമാസം എന്നും അറിയപ്പെടുന്നു. സാധാരണയായി ഈ മാസം ഒക്ടോബർ-നവംബർ മാസങ്ങളിലാണ് വരുന്നത്. ഈ വർഷത്തെ കാർത്തികമാസം ഒക്ടോബർ 7 മുതൽ നവംബർ 5 വരെയാണ്. ഈ മാസം ശ്രീകൃഷ്ണന് അഥവാ ദാമോദരന് വളരെ പ്രിയപ്പെട്ടതാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. ദാമോദരൻ എന്ന പേരിന്റെ പ്രാധാന്യം. ദാമോദരൻ എന്ന പേര് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ഒരു ബാലലീലയുമായി ബന്ധപ്പെട്ടതാണ്. ദാമ എന്നാൽ കയറെന്നും ഉദര എന്നാൽ വയറ് എന്നുമാണ് അർത്ഥം. ഒരിക്കൽ കൃഷ്ണൻ വെണ്ണ മോഷ്ടിക്കുകയും മറ്റു കുസൃതികൾ കാണിക്കുകയും ചെയ്തു. അപ്പോൾ അവിടുത്തെ വളർത്തമ്മയായ യശോദാദേവി കൃഷ്ണനെ ഒരു ഉരലിൽ കെട്ടിയിടാൻ ശ്രമിച്ചു. അമ്മ എത്ര കയറുപയോഗിച്ചിട്ടും അത് കൃഷ്ണന്റെ വയറിനു ചുറ്റും കെട്ടാൻ തികഞ്ഞില്ല. ഒടുവിൽ അമ്മയുടെ സ്നേഹത്താൽ കീഴടങ്ങിയ കൃഷ്ണൻ സ്വയം കെട്ടപ്പെടാൻ അനുവദിച്ചു. ഈ ലീലയാണ് ദാമോദര ലീല എന്നറിയപ്പെടുന്നത്. ഭഗവാൻ തന്റെ ഭക്തരുടെ സ്നേഹത്താൽ മാത്രം ബന്ധിക്കപ്പെടുന്നവനാണെന്ന് ഈ കഥ ഓർമ്മിപ്പിക്കുന്നു. കാർത്തികമാസത്തിലെ അനുഷ്ഠാനങ്ങളും മഹത്വവും. കാർത്തികമാസം ഏറ്റവും ശുദ്ധവും പാപങ്ങൾ ഇല്ലാതാക്കുന്നതുമായി കണക്കാക്കപ്പെടുന്നു. ഈ മാസത്തിൽ ചെയ്യുന്ന ചെറിയ ഭക്തിപരമായ കാര്യങ്ങൾക്കുപോലും 1000 മടങ്ങ് ഫലം ലഭിക്കുമെന്നാണ് വിശ്വാസം. ദീപസമർപ്പണം. ഭഗവാൻ ദാമോദരന് നെയ്വിളക്ക് നെയ്ദീപം സമർപ്പിക്കുന്നത് ഈ മാസത്തെ പ്രധാന അനുഷ്ഠാനമാണ്. വിളക്കൊഴിയുന്ന രീതി. ശ്രീകൃഷ്ണ വിഗ്രഹത്തിൽ അല്ലെങ്കിൽ ഫോട്ടോയിൽ ആദ്യം പാദത്തിൽ 4 പ്രാവശ്യം ദീപമൊഴിയണം. തുടർന്ന് ഉദരത്തിൽ 2 പ്രാവശ്യവും മുഖത്ത് 3 പ്രാവശ്യവും ശേഷം ഭഗവാന്റെ പാദം മുതൽ മുഖം വരെ 7 പ്രാവശ്യവും ദീപമൊഴിയുക. അതിനുശേഷം ദീപം സമർപ്പിക്കാം. ഫലം. ദാമോദരാഷ്ടകം ചൊല്ലി ദീപം സമർപ്പിക്കുന്നത് ഉത്തമമാണ്. ഇത് ഒരാളുടെ ആയിരക്കണക്കിന് ജന്മങ്ങളിലെ പാപങ്ങളെ നശിപ്പിക്കുമെന്നും ഭഗവാന്റെ അനുഗ്രഹം നേടി മോക്ഷം ലഭിക്കുമെന്നും പറയപ്പെടുന്നു. ദാമോദരാഷ്ടകം. പദ്മപുരാണത്തിൽ പറയുന്ന ദാമോദരനെ സ്തുതിക്കുന്ന 8 ശ്ലോകങ്ങൾ അടങ്ങിയതാണ് ദാമോദരാഷ്ടകം. ഇത് ദിവസവും ഭക്തിയോടെ ചൊല്ലുന്നത് പ്രധാനമാണ്. വ്രതങ്ങൾ. ഭക്തർ ഈ മാസത്തിൽ കൂടുതൽ ആത്മീയ പരിശീലനങ്ങൾക്കായി വ്രതങ്ങൾ അനുഷ്ഠിക്കുന്നു. ഇതിൽ നാമജപം, ഹരിനാമം ചൊല്ലുക, ഭഗവത് കഥകൾ കേൾക്കുക, തുളസീദേവിയെ ആരാധിക്കുക എന്നിവ ഉൾപ്പെടുന്നു. ചാതുർമാസത്തിന്റെ സമാപനം. 4 മാസത്തെ വ്രതാനുഷ്ഠാനമായ ചാതുർമാസത്തിന്റെ അവസാന മാസമാണ് കാർത്തിക. ഈ മാസത്തിൽ ശ്രീ രാധാകൃഷ്ണ രൂപത്തെ അല്ലെങ്കിൽ ദാമോദര രൂപത്തെ ആരാധിക്കുകയും ദീപം സമർപ്പിക്കുകയും ചെയ്യുന്നത് ഐശ്വര്യവും സൽകീർത്തിയും നൽകുമെന്നും മനഃശുദ്ധീകരണത്തിന് ഉത്തമമാണെന്നും വിശ്വസിക്കപ്പെടുന്നു.